നെതന്യാഹുവിൻ്റെ കുറച്ച് നാൾ മുൻപേ ഉള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വൈറലായ വീഡിയോ, നല്ലപോലെ വൈറലായ വീഡിയോ ആണ്. അതിൽ നെതന്യാഹുവോട് ചോദിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ വലതുപക്ഷ നേതാവല്ലേ, അതായത് തീവ്ര വലത് നേതാവാണ് നെതന്യാഹു. അപ്പോൾ ഇസ്രായേലിന്റെ നിലപാടല്ല, നെതന്യാഹുവിന്റെ നിലപാടാണ്. നെതന്യാഹുവോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ആരാണ് നെക്സ്റ്റ് എന്നുള്ള ചോദിക്കുന്നത്, ആരാണ് അടുത്ത ശത്രു എന്നുള്ളത്. നമുക്കറിയാം നിലവിലെ ശത്രു ആരാണെന്നുള്ളത്. അപ്പോൾ അത് നെതന്യാഹു പറയുന്ന ഉത്തരം ഒറ്റ ക്ലോസ് ആണ്. അതായത് മിലിറ്ററി ലീഡർഷിപ്പ് ഉള്ള ആണവ രാജ്യങ്ങൾ. അത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ആരാണെന്നറിയാം. പുള്ളി എന്നിട്ട് പേരെടുത്ത് പറയുന്നുണ്ട് പാകിസ്ഥാൻ. അത് നെതന്യാഹു കാര്യമായിട്ട് പറഞ്ഞതാണോ? എന്താണ് ചേച്ചി തോന്നുന്നത്? അത് നെതന്യാഹു കാര്യമായിട്ട് തന്നെ പറഞ്ഞതാവാനാണ് സാധ്യത. കാരണം പക്ഷേ പാകിസ്ഥാൻ വളരെ അകലത്തിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേലിന് നേരിട്ടൊരു ഭീഷണിയല്ല. അതെ, നേരിട്ട് ഭീഷണിയല്ല. പക്ഷെ അവിടെ എന്തും സംഭവിക്കാം. ഈ മിലിറ്ററി ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും പാകിസ്ഥാനിലെ നിലവിലുള്ള ഭരണകൂടത്തിനൊക്കെ ആയാലും എന്താ പറയുക, അതിലൊരു അവർക്ക് നിലപാടുകളൊന്നുമില്ല. അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ അട്ടിമറി വന്നിട്ടുള്ള കാര്യം അറിയാലോ വിജയ്ക്ക്. അവിടെ പലതവണ അട്ടിമറി വന്നിട്ടുള്ളത്, പട്ടാള ഭരണം വന്നിട്ടുള്ളതാണ്. അതെ. അപ്പോൾ ഈ ഏറ്റവും അടുത്ത് ഇന്ത്യയോട് പോലും പാകിസ്ഥാൻ പറഞ്ഞ കാര്യം എന്താണ്, ഞങ്ങളുടെ അവിടെ ഇരിപ്പുണ്ട് ബോംബ് ഇരിപ്പുണ്ടാണ്, ബോംബ് ഇരിക്കണേ, ഞങ്ങളൊക്കെ പൊട്ടിക്കുന്ന മുമ്പും പറഞ്ഞിട്ടുള്ളത്. ഇത് മുൻപ്, അതായത് നോർത്ത് കൊറിയ ആണവശക്തിയായ സമയത്ത് ഇതുപോലെ വീമ്പിളക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രംപ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മേശയിലിരിക്കുന്നത് എന്തോന്ന് ചായ കിട്ടാനുള്ള ബട്ടൺ അല്ല എന്നുള്ളത്. അപ്പം അതുപോലെ മോദിയോട് ഒരു പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ്. അതായത് നോർത്ത് കൊറിയ എന്ന് പറഞ്ഞൊരു രാജ്യം സംസാരിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഏതാണ്ട് ഇന്ത്യയുടെ അത്ര തന്നെ റിപ്പബ്ലിക് പാരമ്പര്യമുള്ള, അതായത് ഒരു രാജ്യം അത്രയും പാരമ്പര്യമുള്ള ഒരു രാജ്യം സംസാരിക്കുന്ന ഭാഷയാണ്. നമ്മുടെ കയ്യിൽ ഇതുണ്ട്. അപ്പം മറുപടിയായിട്ട് മോദി പറയുന്നുണ്ട്, നമ്മളെ ദീപാവലിക്ക് പൊട്ടിക്കാനല്ല മറുപടിയായിരുന്നു. പക്ഷെ ആ ഒരു ലെവലിലേക്ക് മോദി അതപ്പതിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് മോദിക്ക് പറയേണ്ടി വന്നത്? പലതവണയാണ് പറഞ്ഞത്. അതെ, പന്നിയായിട്ട് നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ചെളിയിൽ ഇറങ്ങേണ്ടി വരും. കാരണം പന്നിക്ക് ചെളി ഇഷ്ടമാണ്. അതപ്പോൾ യുദ്ധം പന്നിയായിട്ട് മല്ലിടേണ്ടി വരും. അത് വേറെ മാർഗമില്ല. എന്നാൽ പോലും അവരുടെ ഒരു ലെവലിലേക്ക് സ്റ്റൂപ്പ് ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും അതില് ചോദിച്ചു വന്ന കാര്യത്തിലേക്ക് തന്നെ നമുക്ക് വരാം. എന്തായാലും ആണവ ബോംബുണ്ട്, ഞങ്ങളത് പൊട്ടിക്കുമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനല്ല പ്രാധാന്യം കൊടുത്തത്. പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷൻ നമുക്ക് ആർക്കായാലും ഉണ്ടാകും. കാരണം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറയാം എന്ന് പറയാനായിട്ട്, മറുപടി പറയാൻ നമ്മൾ ഉണ്ടാകുമെന്ന് തന്നെ സംശയമാണ്. ആരെങ്കിലും ഒരാൾ തരിവ് വേണമല്ലോ. അപ്പൊ അതുണ്ടായിട്ടില്ല. അപ്പൊ അവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ട്, ആണവ ബോംബുണ്ട് എന്നുള്ളതൊക്കെ അറിയാം. അപ്പൊ ഇനിയൊരു യുദ്ധം പറഞ്ഞ പോലെ ഈ ഡിസ്റ്റൻസ് വലിയ വിഷയമാണല്ലോ. ഡിസ്റ്റൻസ് വലിയ വിഷയമാണ്. അപ്പോൾ എങ്ങനെ ആയിരിക്കാം ഒരു യുദ്ധത്തിലേക്ക് തന്നെ പോവോ എന്നുള്ളൊരു കാര്യം അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽപ്പുണ്ട്. പകരം നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം, പോസിബിൾ ആയിട്ടുള്ള ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവരുടെ മൊസാദാണ്. മൊസാദ് ഉണ്ട്, ഷിൻബിറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഏജൻസികളുണ്ട്. മൊസാദാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യം. ഷിൻബിറ്റൊക്കെ പിന്നാലെ വരുന്നുള്ളൂ. അപ്പൊ മൊസാദിന്റെ ഏജൻസിനെ ഇറക്കിയിട്ട് ഓരോരുത്തരെ പടമാക്കുന്ന ചടങ്ങായിരിക്കും മിക്കവാറും ഇസ്രായേൽ നടത്താൻ ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് ഒരു ലോജിക്കലി ചിന്തിക്കാൻ പറ്റുന്നത്. ഉദ്ദേശിക്കുന്ന രാജ്യത്തലവന്മാരെയാണോ? അത് ഇങ്ങനെ തന്നെ അതെ, അവര് സ്പോട്ട് ഔട്ട് ചെയ്തിട്ടാണ്. ഇതുവരെ ഇറാന്റെ 10ഓളം ആണവ ശാസ്ത്രജ്ഞരാണ്. 10ഓളം ആണവ ശാസ്ത്രജ്ഞരെയും പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലുള്ള എല്ലാവരെയാണ് അവര് ഇല്ലാതാക്കിയത്. പക്ഷെ അതുകൊണ്ട് അവര് ആണവ ശക്തി എന്ന് പറഞ്ഞൊരു രാജ്യം അല്ലാതായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ശാസ്ത്രജ്ഞന്മാർ ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ രാജ്യത്തലവന്മാർ ഇല്ലാതാവും, വ്യക്തികളാണ് ഇല്ലാതാവുന്നത്. അതെ, പക്ഷെ അവിടെ അറിവ് അപ്പോഴും അവിടെ ഉണ്ടല്ലോ. അത് അവിടെ ഉണ്ട്, ആണവശേഖരവും ഉണ്ടാവാം. അതിനെ ഇല്ലാതാക്കാൻ ഇപ്പോൾ ഒരു തവണ ഇറാന്റെ ഈ പറയുന്ന പ്ലാന്റിലേക്ക്, നതാൻസിലെ പ്ലാന്റ് ആണ്, ആ പ്ലാന്റിലേക്ക് ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റ് ഇല്ലാതെ ഇതെങ്ങനെയാക്കാം എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ ചിന്തിക്കുകയുള്ളൂ. ആ ഒരു ലോജിക്ക് അവർക്കുണ്ട്. അപ്പോൾ അവർ ഒരിക്കൽ ചെയ്തത് ഒരു വൈറസ് ആണ്.
ആ വൈറസിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ആ വൈറസ് ഈ പറയുന്ന പെൻ ഡ്രൈവിൽ കൊണ്ടുവന്നു. മൊസാദിൻ്റെ ചാരൻ അതിൻ്റെ ഉള്ളിൽ കയറി, അതായത് നതാൻസിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആ സിസ്റ്റത്തിൽ ഇത് വെക്കുകയും ആ ഒരു വൈറസിനെ ഇതിൻ്റെ നെറ്റ്വർക്ക് ശൃംഖലയിലേക്ക് കടത്തിവിടുകയും ചെയ്തു. കടത്തി വിട്ടപ്പോൾ എന്താണ് ഉണ്ടായത്? അത് കടത്തി വിട്ടപ്പോൾ ഒരേ സമയം ഇറാനുള്ള മെസ്സേജുകൾ സിസ്റ്റത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം പോയിക്കൊണ്ടിരുന്നു. അതേസമയം തന്നെ അവിടെ മറ്റ് ഈ ഇസ്രായേലിന് വേണ്ടുന്ന വിവരങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഇത് വലിയ രീതിയിലൊരു ജാം ബ്രേക്കിംഗ്, അവിടുത്തെ സിസ്റ്റം മൊത്തം പ്രശ്നമായി. അതായത് ഇതിൻ്റെ ഒരു പ്രവർത്തനവും നടക്കാത്ത രീതിയിലേക്ക് ജാമായതോടുകൂടി ഒരു 10 വർഷം പിന്നോട്ടേക്കെങ്കിലും ഇറാൻ്റെ ഈ ഒരു ആണവ പരീക്ഷണങ്ങളെ പിന്നോട്ടടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പിന്നോട്ടടിക്കുന്ന ഒരു സമയം കിട്ടുകയാണെങ്കിൽ അവിടെ ഇസ്രായേൽ ആയിരിക്കും ഒരു പക്ഷേ, ഇസ്രായേലിന് ഇപ്പോഴും ചേർന്ന് നിൽക്കുന്നത് US ആണല്ലോ. US-നും വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സഹായിക്കാം. അതായത് ഇപ്പൊ ഈ ചാര സംഘടനകളെ പറ്റി ഇതുപോലെ ഒരുപാട് അപസർപ്പ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഔദ്യോഗികപരമായിട്ട് ഒരു പുറത്തു വന്ന വിവരമാണ്, പുറത്തു വന്ന വിവരം തന്നെ, അല്ലാതെ ഒരു സ്പെക്കുലേഷൻ അല്ല. ഇല്ല, ഇത് സ്പെക്കുലേഷൻ അല്ല, ഇത് പുറത്തു വന്ന വിവരമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അത്. ഇപ്പോൾ ഈ പറയുന്ന ഇറാന്റെ ടെഹ്റാനിലെ അവരുടെ തലസ്ഥാനത്തുള്ള പ്രധാന സൈനിക കേന്ദ്രത്തിന് സമീപം ഇസ്രയേൽ, അതായത് മൊസാദ് ഇറങ്ങി അവിടെ ഒരു ഡ്രോണിന്റെ താവളം തന്നെ ഉണ്ടാക്കി. ഇറാൻ അറിഞ്ഞില്ല. അവിടെ നിന്നാണ് ഇവര് ഈ പറയുന്ന ശാസ്ത്രജ്ഞരെ ഉൾപ്പെടെ ഇല്ലാതെയാക്കാൻ, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അയച്ചത്, ഓരോരോ ഭാഗത്തേക്ക് അയച്ചതും അല്ലാതെ ആണെങ്കിലും അവരെ ഇല്ലാതെയാക്കിയത്. അപ്പോൾ അതെവിടെയാന്ന് ഇറാൻ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇന്ന സ്ഥലത്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മൊസാദിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം എന്താ പറയാ, അത്രത്തോളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഇറാന്റെ തന്നെ ഫക്രിസാദെ എന്ന് പറയുന്ന ആദ്യത്തെ ആണവ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് ഇങ്ങനെ തന്നെയാണ്. ആരും വിചാരിച്ചില്ല, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം ഇല്ലാതാക്കിയതിനു ശേഷം ഒരു പക്ഷേ മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ അവിടെ ഇസ്രായേൽ നടത്താനുള്ള സാധ്യതയുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ഇടക്ക് മുഴുവനും പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മത തീവ്രവാദികൾ, അല്ലെങ്കിൽ പ്രധാനമായിട്ടും നോക്കിയാൽ ഇന്ത്യക്ക് ഭീഷണിയാവുന്ന അല്ലെങ്കിൽ ഈ തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഇല്ലാതെയായിട്ടുണ്ട്. ആ ഇല്ലാതെയായ സമയത്ത് സാധാരണ എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മൊസാദിന്റെ പേരാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ മുഴുവനും കേട്ടത് ഇന്ത്യയുടെ റോയുടെ പേരാണ്. അതെ, അതെ, റോ എന്നുള്ള ഒരു പേര്. അത് ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ വരെ പറഞ്ഞു. കാനഡ എന്താ പറയാ, ഇന്ത്യക്ക് നേരെ വിരൽ ചൂണ്ടുക വരെ ചെയ്തു ആ ഒരു വിഷയത്തിൽ. അതെ, അതായത് അവരുടെ ഖലിസ്ഥാൻ നേതാവിന് അത്തരത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ പറയുന്നു അത് ഞങ്ങളല്ല എന്ന് പറയുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ചാരന്മാർക്ക്? അത് ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കാര്യം. അപ്പൊ ഇന്ത്യ പറഞ്ഞു അതല്ല. അപ്പൊ എന്തുകൊണ്ട് മൊസാദിനെ പറയാതെ റോയിനെ പറഞ്ഞു? അപ്പൊ മൊസാദ് ഇനി പാകിസ്ഥാനിൽ ഇറങ്ങി ഇത്തരത്തിൽ ചെയ്താലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ആ ഒരു പേര് റോയ്ക്ക് വന്ന് ചേരാനുള്ള സാധ്യതയാണ്. റോയ്ക്ക് വരാം, ഡോവലിന്റെ തലയിൽ വരും, മോദിയുടെ തലയിൽ വരും. അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു നീക്കം എന്തായാലും ഇസ്രായേൽ നടത്തുമെന്ന് ഉറപ്പാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പറയുന്ന ജൂതരോടുള്ള വിരോധം, മുസ്ലിം ആ ഒരു വിഭാഗത്തിന്റെ ആ ഒരു രാജ്യങ്ങൾ നമുക്കറിയാലോ. ഇപ്പൊ തന്നെ ഇറാൻ എന്തിനാണ് ജൂതവിരോധം കൊണ്ട് മാത്രമാണ് പ്രധാനമായിട്ട് ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു വിരോധമുള്ള മിലിറ്ററി ലീഡർഷിപ്പുള്ള രാജ്യങ്ങൾ, ആണവായുധമുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്ത് പാകിസ്ഥാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എലിമിനേഷൻ നടക്കുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം ഇതുവരെ എല്ലാം ചെയ്തു കാണിച്ചിട്ടേ ഉള്ളൂ. ഇസ്രായേൽ വീമ്പിളക്കുകയല്ല, കൊച്ചു രാജ്യമാണ്, പക്ഷെ വീമ്പിളക്കുകയല്ല, ചെയ്തു കാണിക്കുകയാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഇവരുടെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കുന്നു. ഇതുവരെ നടത്തിയിട്ടുള്ള ഓരോ ഓപ്പറേഷനും
ചിന്തിക്കാത്ത രീതിയിലായിരുന്നു. കാരണം ഈ ആണവ ശാസ്ത്രജ്ഞരെ മറ്റേ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ നടത്തുന്നതിനിടയിൽ ആണവ ശാസ്ത്രജ്ഞരെ മാത്രം ഇല്ലാതാക്കാൻ അവർ മറ്റൊരു ഓപ്പറേഷൻ നടത്തി, ഓപ്പറേഷൻ നാർണിയ. അത് നടത്തി. അപ്പോൾ ആ നടത്തിയ ഇസ്രായേലാണ്. നമുക്കതുകൊണ്ട് ഇവരെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇവർ ചെയ്യില്ല എന്ന് പറഞ്ഞു നിർത്താനും സാധ്യതയില്ല.